നമസ്കാരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ്. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ മരണമടഞ്ഞ 32 പേരുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിക്കുകയാണ്. അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആംബുലൻസുകളും അതിന് സെക്യൂരിറ്റി ആയിട്ട് പോകാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ വാഹനങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. 26 പേരാണ് മലയാളികളായിട്ടുള്ളത്. ബാക്കിയുള്ളവർ തമിഴ്നാടും കർണാടകയിൽ നിന്നും ഉള്ളവരാണ്. അവരുടെ എല്ലാം ചേതനയറ്റ ശരീരം വ്യോമസേനയുടെ ഒരു പ്രത്യേക വിമാനത്തിലാണ് കുവൈറ്റിൽ നിന്നും കൊണ്ടുവരുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിക്കുന്ന വിമാനങ്ങൾ അവരുടെ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി അത് സ്വീകരിക്കും. അതിനുശേഷം ആയിരിക്കും അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുക. നിലവിൽ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയത്ത് നിന്നുള്ള ചെറുപ്പക്കാരൻ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് ജോലിക്കായിട്ട് കുവൈറ്റിലേക്ക് പോകുന്നത്. അച്ഛനോടൊപ്പം ജോലി ചെയ്യാനുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും പോയിരുന്നതും. പക്ഷേ ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ആ ബോഡി തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ്. വളരെ സ്നേഹത്തോടു കൂടി യാത്രയാക്കിയ പല ആളുകളും ഇപ്പോൾ വളരെ സങ്കടത്തോടു കൂടി ഉറ്റവരെ കാത്തു നിൽക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എംപിമാരുടെ വാഹനങ്ങളുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, ഇവിടെ സംസ്ഥാന മന്ത്രിമാരായിട്ടുള്ള പി രാജീവ്, കെ രാജൻ തുടങ്ങിയ മന്ത്രിമാരുണ്ട്, മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ആ നാട്ടിലെ അവരെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന, അവരുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി നാടുകളിലേക്ക് കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്ന നാട്ടുകാരുണ്ട്, വലിയ മാധ്യമ സംഘങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം ഈ ബോഡി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന കാഴ്ച. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോഡി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാട്ടുകാർ അവരുടെ ബന്ധുക്കളുമെല്ലാം തന്നെ ബോഡി സ്വീകരിച്ച് ഇവിടെ നിന്നും കൊണ്ടുപോകും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇവിടെ എത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളും ജില്ലകളും ഒക്കെ ഈ ദുഃഖം അവരുടെ ദുഃഖമായി ഏറ്റെടുത്തുകൊണ്ട് എന്ന് ആ ദുഃഖാചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനും മലയാളി സഹോദരങ്ങളുടെ ദേഹവിയോഗത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന വലിയ മലയാളി സമൂഹത്തിൻ്റെ കൂടെ പങ്കുചേരുന്നു. ആദരാഞ്ജലികൾ ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങളിതിൽ രാഷ്ട്രീയം കാണാം. ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനാണ്, ഓരോ ചുമതലകളുണ്ട്. അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പലപ്പോഴും മുറവിളി കൂട്ടുന്ന കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിന്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ മെമ്മോയസ് അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശം. ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കും. പക്ഷെ രാജ്യത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം. മലയാളിയല്ലല്ലോ, അവരെല്ലാം ഭാരതീയരാണ്, ഭാരതത്തിന്റെ മക്കളാണ്. ഒരു രാജ്യം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഭാരതത്തിന്റെ പാസ്പോർട്ടിലാണ് പോകുന്നത്. ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദിത്വം. ഭാരതം അത് കൃത്യമായി ചെയ്തു. അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ? അതല്ലാതെ നമ്മൾ പറയും. അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. വെറുതെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാകും. വേഗത്തിലായില്ല.
നിങ്ങൾക്ക് ഇതിനകത്ത് കാലതാമസം വന്നു എന്ന് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റമറ്റ രീതിയിൽ ഒരു വിമർശനത്തിനും ഇടം നൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിക്കുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ്. എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർ പറഞ്ഞോട്ടെ. അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അത് അവർ പറഞ്ഞോട്ടെ, ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ സമയം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിമിഷമല്ല. അത്രയും. സുരേഷ് ഗോപിയാണോ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്? മലയാളികളെന്നോ ഒരു വേർതിരിവ് ഈ മരണപ്പെട്ട ആർക്കുമില്ല. അവരെല്ലാം ഇന്ത്യക്കാർ തന്നെയാണ്. അവർക്ക് എല്ലാവർക്കും ഇന്ത്യക്കാരൻ എന്ന ഒരു പാസ്പോർട്ടോട് കൂടിയാണ് അവർ വിദേശത്തേക്ക് ജോലി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഇന്ത്യക്കാരാണ്. അത് ആ രീതിയിൽ മാത്രമേ നമുക്ക് അവരെ കണക്കാക്കാൻ പറ്റൂ. മലയാളി എന്നോ തമിഴിനെന്നോ കന്നഡക്കാരൻ എന്നോ ഒന്നും ഒരു വേർതിരിവും ഇല്ലാതെയാണ് നമ്മളെല്ലാവരും അവരെ ഇന്ത്യൻ പാസ്പോർട്ട് നൽകി വിദേശത്തേക്ക് അയച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയക്കകം ബോഡി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും.